എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ലക്കി ഫാമിലിയെ കുറിച്ചാണ്. ഒന്ന് കണ്ടു തുടങ്ങാം. ലക്കി ഫാമിലി എല്ലാവർക്കും അറിയുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവർക്ക് അറിയാം. പിന്നെ മെയിൻ സ്ട്രീം ചാനലൊക്കെ ഇവരെ വിളിച്ച് ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇവരൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അതിൻ്റെ അകത്ത് അച്ഛനും അമ്മയും 2 ആൺപിള്ളേരും, മൂത്ത ചെറുക്കൻ ആർമിയിലാണ്. ഇളയർക്കൻ കിച്ചു എന്ന് പറയുന്ന ആർമിയിലുള്ള മൂത്ത ചെക്കൻ്റെ ഭാര്യയും അമ്മയും അച്ഛനും ഈ കിച്ചു ഉള്ളൂ നാട്ടിൽ. അപ്പം ഇവർ ഓരോ സീരിയൽ പോലെയുള്ള പാർട്ടായിട്ട് അഭിനയിച്ച് ഓരോ കഥയെടുത്ത് അഭിനയിച്ച് ഇങ്ങനെ വിടും. അതിനൊക്കെ നല്ല വ്യൂസ് കിട്ടാറുണ്ട്. എല്ലാവർക്കും അവരുടെ ആ ഒരു ചാനൽ അത്ര ഇഷ്ടമുള്ളതാണ്. ഫാമിലി വ്ളോഗ് പല ചാനൽ ഇഷ്ടമുള്ളവരുണ്ടല്ലോ, അതുപോലെ ഈ ഒരു ചാനലിനെ എല്ലാവരും മില്യൺ കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ളവരാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടമുള്ള ചാനലാണ്. അതിൻ്റെ അകത്ത് ഇപ്പം മൂത്ത പയ്യൻ കല്യാണം കഴിച്ചത് പ്രണയിച്ചാണ്. രണ്ടാമത്തെ പയ്യനായ കിച്ചു, ഞാനിത് പറയുന്നത് ഞാൻ എപ്പോഴും കാണാറുള്ള ചാനലല്ല, നിങ്ങൾക്കറിയായിരിക്കും ഇതിനെക്കാട്ടും കൂടുതൽ പേരും. കിച്ചുവിൻ്റെ കല്യാണം കഴിഞ്ഞു, അതാണ്. അപ്പം ഈ പ്രണവ് പ്രവീൺ അവരുടെ ആ ഫാമിലിയുടെ കുറേ കാര്യങ്ങൾ ജനങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടായിരിക്കാം റീലും റിയാലിറ്റിയും രണ്ടാന്നുള്ള ഒരു ഇതുണ്ടല്ലോ, അതൊക്കെ വെച്ചായിരിക്കാം എന്താണേലും കിച്ചുവിൻ്റെ കല്യാണ ദിവസം ഈ പല മീഡിയക്കാർ വന്ന് വീഡിയോ എടുക്കുമല്ലോ, ചാനലുകാർ എല്ലാം. ഇവരുടെ യൂട്യൂബ് ചാനൽ അല്ലാത്ത ചാനലുകാരെടുത്ത് പല വീഡിയോ ഇടുമല്ലോ, അതിൻ്റെ അകത്തൊക്കെ പുതിയതായിട്ട് വന്ന കിച്ചു കല്യാണം കഴിച്ചുകൊണ്ട് വന്ന അനു, ആ പെൺകുട്ടിയുടെ മുഖം തെളിഞ്ഞിട്ടില്ല. ആ പെൺകുട്ടി അഹങ്കാരമാണ്. ആ പെൺകുട്ടി ചിരിക്കുന്നില്ല. കിച്ചുവിൻ്റെ ജീവിതം കട്ടപ്പോക. അങ്ങനെ ഇവരുടെ വീട്ടിലോട്ട് വരാൻ പറ്റിയ പെങ്കൊച്ചല്ല. ഇത് എവിടെ നിന്ന് വന്ന് ഇനി ഒന്നുമില്ല. കമൻറ്റുകളുടെ അങ്ങനെ ഒരു ഘോഷയാത്രയാണ്. അതായത് ഈ ഒരൊറ്റ ദിവസത്തെ ആ പെൺകുട്ടി ചിരിക്കാത്ത ഒരു മുഖം കണ്ടിട്ട് ജനം അങ്ങ് കമന്റ് വാരിക്കോരിയിട്ടിരിക്കുക. അത് കണ്ട് അത് വിശ്വസിച്ച് കുറേ അധികം പേര് ആരൊക്കെയോ റിയാക്ഷൻ ഇട്ടെന്ന് പറഞ്ഞു. ആരൊക്കെയാണെന്ന് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ഞാൻ കണ്ടില്ല റിയാക്ഷൻ ചാനലിൽ. അപ്പം അതിനെതിരെ, അതായത് കിച്ചുവിനെ ഇഷ്ടമില്ല കല്യാണം കഴിച്ചായിരിക്കും. അതേ സമയത്ത് ഇവർ 5 വർഷം പ്രണയിച്ച് കല്യാണം കഴിച്ചതാണ്. അതാണ്. പിന്നെ അവരുടെ കൊച്ച് ആ കല്യാണ ദിവസം അവരുടെ ചേട്ടൻ്റെ മോൻ ലക്കി, അതാണ് ലക്കി ഫാമിലി. ലക്കി അവരുടെ ബെഡിൽ കുറച്ചു നേരം കിടന്നുറങ്ങി. അപ്പം അതിൻ്റെ തള്ളയ്ക്കുന്നന്തൊക്കെയും വിവരമില്ലേ, ആ കൊച്ചിനെ അവിടെ കൊണ്ടിട്ടിരിക്കുന്ന മറ്റവരുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ അവിടെ കൊണ്ടിട്ടിരിക്കുന്നത്. അപ്പം ആ കൊച്ച് കുറച്ചു നേരം കിടന്നിട്ട് ഇറങ്ങിപ്പോയി. അപ്പോൾ കൊച്ചിനെ അങ്ങ് തെറിയ അഭിഷേകം, അങ്ങനെ വായി തോന്നിയത് കംപ്ലീറ്റ് പറയാ. ഇത് ജനങ്ങളുടെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ ഇവരുടെ വീട്ടിൽ അമ്മായിയമ്മയും മരുമോളും, അതായത് മൂത്ത മരുമോളും അമ്മായിയമ്മയും സമൂഹത്തിനൊരു മാതൃക പോലെയാണ് കണ്ടിട്ട് പെരുമാറുന്നത്. ഉള്ളിൻ്റെ ഉള്ളിൽ ഇനി വേറെ വല്ലാണോന്നും നമുക്കറിയില്ല. ഏതായാലും പുറത്ത് കാണുന്നത് നമുക്കറിയത്തുള്ളൂ. പുറത്ത് കാണുമ്പോൾ വിവാഹം കഴിക്കാൻ വേണ്ടി അമ്മായിയമ്മയെ പേടിക്കുന്ന പെൺകുട്ടികളുണ്ട്. അവർക്കൊരു ഇൻസ്പിറേഷനാണ് ഇവർ. കാരണം അത്ര നല്ലൊരു അമ്മായിയമ്മയും മരുമോളുമാണ് ഈ ചാനലിൽ നമ്മൾ കാണുന്നത്. ഇനി ബിഹൈൻഡ് ദ സീൻ എന്നൊക്കെ പറയുന്ന പോലെ തിരശ്ശീലയ്ക്ക് പുറകെ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നറിയില്ല. അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും തിരിഞ്ഞ് പ്രണവ് പ്രവീൺ പോലെ ഒരു വിഷയം ഉണ്ടായോ, അയ്യോ മായൊക്കെന്ന് പറഞ്ഞ എന്തായിരുന്നു എന്ന് ചോദിക്കരുത് കേട്ടോ. അതൊന്നും നമുക്കറിയില്ല. നമുക്ക് ക്യാമറയ്ക്ക് മുന്നിൽ കാണിക്കുന്നേ അറിയത്തുള്ളൂ. ഏതായാലും നല്ലൊരു മരുമോളും ഒരമ്മായിയമ്മയൊക്കെയാണ്. അപ്പം അടുത്തത് ഈ പെൺകുട്ടി അങ്ങനെ ഇരിക്കുന്ന ഒരു ഫാമിലിയിലോട്ട് ഈ പെൺകുട്ടി വരും. ഈ പെൺകുട്ടിയുടെ മുഖം തെളിയാത്തതുകൊണ്ട് അവരുടെ ഫാമിലിയെ കളഞ്ഞു പോയി, ഉടനെ തന്നെ തീർന്നു, നമുക്ക് പ്രണവ് പ്രവീണിന്റെ ഫാമിലി പോലെ കേൾക്കാൻ പറ്റും, ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ള കമന്റുകളായിരുന്നു. അപ്പം അതിന് ഈ പുതിയ പെൺകുട്ടി അനു വന്നൊരു മറുപടി പറയുന്നുണ്ട്, അത് കേൾക്കാം. ഗൈസ്, എന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഈ ഇടയ്ക്ക് ലക്കി ഫാമിലി കിച്ചു ചേട്ടനുമായിട്ട് കല്യാണം കഴിച്ച അനുവാണ്. ഒരാഴ്ചയായിട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഞങ്ങളുടെ പേരിൽ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ ഒട്ടും താല്പര്യമില്ലാതെയാണ് കല്യാണം കഴിച്ചത് ചേട്ടനെ, അതുപോലെ തന്നെ വീട്ടുകാരെ ഒന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്ന രീതിയിൽ. അത് സത്യം തന്നെയാണ്. എല്ലാവരും പറഞ്ഞതും എല്ലാവരും റിയാക്ട് ചെയ്തതും വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം എൻ്റെ ഇഷ്ടപ്രകാരമല്ല ഞാൻ ആ കല്യാണത്തിന് സമ്മതിച്ചതും കല്യാണം കഴിച്ചതും. ചില ആളുകളുടെ സമ്മർദ്ദം കൊണ്ട് മാത്രമാണ് ഞാൻ ആ കല്യാണത്തിന് സമ്മതിച്ചത്. അതുപോലെ തന്നെ ഞങ്ങൾ സ്ത്രീധനം കൊടുത്ത സമയത്ത്, ആ ഒരു കാറിൻ്റെ കീ കൊടുത്ത സമയത്തും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിമർശനങ്ങളും കുറ്റം പറച്ചിലും ഒക്കെ
ഉണ്ടായിരുന്നു ചില വീഡിയോസിൽ. അത് കറക്റ്റാണ്. കാരണം എൻ്റെ ഇഷ്ടപ്രകാരമല്ല, ചോദിച്ച് മേടിച്ച ഒരു സ്ത്രീധനമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒട്ടും ആ ഒരു താല്പര്യം എനിക്കില്ല, ചോദിച്ച് മേടിച്ചതായതുകൊണ്ട്. അതുപോലെ നമ്മുടെ കല്യാണ വീഡിയോയിൽ കിച്ചു ചേട്ടൻ്റെ മോൻ ലക്കി ആണെങ്കിൽ എൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോഴൊക്കെ എൻ്റെ മുഖം ഞാൻ എന്ത് തിരിച്ചു കളഞ്ഞു, അല്ലെങ്കിൽ ആ കൊച്ചിനെ മൈൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെ ഒരുപാട് കമൻസുകൾ വന്നായിരുന്നു. എനിക്ക് ഇഷ്ടമില്ലാത്ത ആൾ ഞാൻ എന്തിനാണ് മൈൻഡ് ചെയ്യണത്? കാരണം എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കല്യാണമാണ്. അപ്പോൾ അവിടുത്തെ ആളുകളെയും എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമില്ല. ഒരാളുടെ അല്ലെങ്കിൽ വ്യക്തിഗതമായിട്ട് ഇഷ്ടമില്ലാതെ ഒരു സമ്മർദ്ദം കൊണ്ട് മാത്രം ഇഷ്ടപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. അതുപോലെ തന്നെ അവരോടുള്ള സ്നേഹം, അതൊക്കെ എനിക്ക് എൻ്റെ വീട്ടുകാരെ പോലെ സ്നേഹിക്കാനോ ഒന്നും കഴിയുന്നില്ല. അങ്ങനെ ഞാനിത് പറഞ്ഞു കേട്ട് നിങ്ങളെല്ലാവരും സുഖിച്ചു അല്ലേ? അപ്പം ഞങ്ങൾ ഇതുപോലെ, അല്ലെങ്കിൽ എൻ്റെ വായിന്ന് ഇങ്ങനെ കേൾക്കാനായിരിക്കും നിങ്ങളെ ചിലർക്കൊക്കെ ഇഷ്ടം. പക്ഷെ ഞങ്ങളെ ഫാമിലി ബോണ്ട് അങ്ങനെയല്ല. വാ ചേച്ചി ചേട്ടാ, ഇതാണ് ചേച്ചി ചേട്ടൻ. ചേച്ചി ചേട്ടൻ. അപ്പം കുറച്ച് പേർക്കെങ്കിലും ഇങ്ങനെ കേൾക്കാനായിരിക്കുമല്ലേ താല്പര്യം. ഞാൻ കുറേ ദിവസം കൊണ്ട് ഇൻസ്റ്റാഗ്രാമിലായിരുന്നാലും യൂട്യൂബിലായിരുന്നാലും അനുവിനെ പറ്റി പറയുന്നത്, എന്നെ പറ്റി പറയുന്നത് എല്ലാം ഞാൻ കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളെപ്പറ്റി ഒരു ബാക്ക്ഗ്രൗണ്ട് അറിയാത്തവരാണ്, എൻ്റെ പേര് പോലും അറിയാത്തവരാണ് എന്നെപ്പറ്റി റിയാക്ട് ചെയ്യുന്നത് യൂട്യൂബിൽ തന്നെ. നമ്മളെപ്പറ്റി ഒരു കാര്യം അറിഞ്ഞുകൂടും. നമ്മൾ പ്രേമിച്ചാണ് കല്യാണം കഴിച്ചത്. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് തന്നെ 1 വർഷമായി കേട്ടോ. അത് നിങ്ങൾ പ്രത്യേകിച്ച് 1 വർഷമായിട്ടാണ് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് അനു പഠിക്കുന്നതുകൊണ്ട് പഠിത്തം കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാമെന്ന് വിചാരിച്ചാണ് നമ്മളിരുന്നത്. പിന്നെ ശ്രീധരൻ്റെ കാര്യം, ഇത്രയും കാലമായിട്ടും എൻ്റെ ഫാമിലിയിൽ നിന്ന് ഒരു ശ്രീധരൻ പോലും അനുവിൻ്റെ വീട്ടിൽ ഒരു കാര്യം ചോദിച്ചിട്ടുമില്ല. പിന്നെ കാറിൻ്റെ കാര്യം എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. കാർ അനു കൊച്ചിലോട്ടെ, അനുവിൻ്റെ അച്ഛന് വയ്യാത്തതുകൊണ്ട് അനുവിന് നേരത്തെ തൊട്ടല്ലേ, അച്ഛൻ നേരത്തെ ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസും അനുവിന് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനുവിൻ്റെ വീട്ടിൽ കാർ നേരത്തെ ഉണ്ടായിരുന്നു ആൾട്ടോ. അപ്പോൾ അതിലാണ് അനു കറക്റ്റായിട്ട് ഓടിച്ച് തെളിഞ്ഞ കാര്യം ഇല്ല. അങ്ങനെ അനുവിൻ്റെ അച്ഛനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അനുവിനൊരു കാർ എടുത്ത് കൊടുക്കണമെന്ന്. അങ്ങനെയാണ് അനുവിനൊരു കാർ എടുത്ത് കൊടുത്തത്. അല്ല, നമ്മൾ നിർബന്ധിച്ച ഒരു കാര്യങ്ങളും അവിടെ ചോദിച്ചിട്ടില്ലേ? ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരു കാര്യങ്ങളും നമ്മൾ ചോദിച്ചിട്ടില്ല. പല കമന്റ്സുകൾ നിങ്ങൾ ഇടുന്നതൊക്കെ വെറും പൊള്ളയായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ റിയൽ ലൈഫുമായിട്ട് അതൊട്ടും ബന്ധം തന്നെ ഇല്ല. അറിയാന്നുള്ളവർക്ക് അറിയാം, അവരത് സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവരെ അറിയാമോ, ഇവരെ ഓരോരുത്തരെ പറ്റി നിങ്ങൾക്ക് അറിഞ്ഞുകൂടല്ലോ, പിന്നെ എന്തിനാണ് ഇങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ സംസാരിക്കണേന്ന് പറഞ്ഞ് ഒത്തിരി പേര് അതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അവരോടൊക്കെ ഒത്തിരി സ്നേഹം മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളെപ്പറ്റി ഒരു കാര്യം അറിഞ്ഞുകൂടാതെ എന്തൊക്കെയോ, അതും 1, 2, 3, 4, 8 മിനിറ്റൊക്കെ സംസാരിക്കുന്നത്. ഞാൻ ഇന്നലെ ഒരു വ്ളോഗ് എടുത്ത് വെച്ച് കണ്ടപ്പോൾ അത് യൂട്യൂബിലാണല്ലേ, ഒരു ചേച്ചിയാണ്. ഒരു ചേച്ചി, ആരെ പേരെന്താണ് നമ്മൾ പറയുന്നില്ല, ചേച്ചിമാരാണെങ്കിലും ചേട്ടന്മാരാണെങ്കിലും എന്തൊക്കെ പറയുന്ന പോലും അറിയുക. എന്തോ അനുവിന് ഒട്ടും താല്പര്യമില്ലായിരുന്നു, അനുവിന്റെ ഫേസ് കണ്ടറിയില്ല. ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മളുടെ അതായത് കിച്ചുന്റെ അനുവിന്റെ കല്യാണം അറിഞ്ഞിട്ട് ഒരുപാട് ഓൺലൈൻ മീഡിയാസ് വന്നിട്ടുണ്ടായിരുന്നു. അവരാണെങ്കിൽ എന്ത് ചെയ്തു, ഇവരുടെ വീഡിയോസ് അങ്ങനെ ഇവരെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് അങ്ങനെ വീഡിയോ എടുത്തതാണ്. അപ്പൊ ഇവർക്കാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ നല്ലതായിട്ട് ടയേർഡ് ആയിരുന്നു രണ്ടുപേരും. അതിന് കുറെ പേര് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ സേവ് ദ ഡേറ്റ് കഴിഞ്ഞില്ല. അങ്ങനെ എനിക്ക് പല കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ടയേർഡും പിന്നെ കല്യാണമൊക്കെ തലേദിവസമൊക്കെ നമ്മൾ വീട്ടിൽ നന്നായിട്ട് അടിച്ചു പൊളിച്ചു. എന്റെ ഫ്രണ്ട്സ് ഉറക്കമൊന്നുമില്ല, ഫ്രണ്ട്സ് എല്ലാം വന്ന് മെയിനായിട്ട് അങ്ങനെയൊക്കെ ആയപ്പോൾ പിറ്റേ ദിവസമായപ്പോൾ നിൽക്കുകയും കൂടി ചെയ്തപ്പോൾ ഭയങ്കര ടയേർഡായി. ആ കല്യാണം അല്ലാതെ രീതിയിൽ കഴിച്ചവർക്ക് ഏകദേശം പേർക്കും നിന്ന് അറിയായിരിക്കും. അപ്പം ഈ ചിരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നാട്ടുകാര് ഒരു മുൻവിധിയോടെ കണ്ട്, പുതിയതായിട്ട് ആ വീട്ടിലേക്ക് വരുന്ന പെൺകൊച്ചാണ്, അതിനെ മുൻവിധിയോടെ കണ്ട് കമന്റ് ഇട്ട് പറഞ്ഞിട്ട് അവരുടെ ബന്ധുക്കാരൊക്കെ ആ കമന്റ് വായിച്ചിട്ട് ആ പെൺകുട്ടിയോട് വിളിച്ച് ചോദിക്കുക, നീ എന്താ ഇങ്ങനെ ചെയ്തേ, കാരണം നീ എന്താ ചിരിക്കാഞ്ഞേ എന്നൊക്കെ ശരിക്കും കേട്ടിട്ടുണ്ട്. നമ്മൾ ഈ കല്യാണത്തിന് ശരിക്കും അനുഭവിച്ചവർക്ക് അതറിയാം. കല്യാണത്തിന് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ചുമ്മാതെ ചിരി വരാതെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ചിരിക്കും. പിന്നെ ഇങ്ങനെ ചിരിച്ച് നിന്നിട്ട് രാത്രി ആകുമ്പോഴത്തേന് ഈ 2 കവളിലും നല്ല വേദനയായിരിക്കും. പിന്നെ ഒരു കാര്യമുണ്ട്, എല്ലാവരും കല്യാണത്തിന് നിന്ന് ചിലരൊക്കെ പട്ടിണിയായിരിക്കും. എന്താ വെച്ചാൽ നമുക്ക് ആ ഒരു ടെൻഷനും ഈ മേക്കപ്പ് എടുക്കുന്നതെല്ലാം വെച്ച് രാവിലെ തൊട്ടേ ഫുഡൊന്നും കാണില്ല, വെളുപ്പാൻ കാലത്തെ ഒരുക്കവും പല പ്രശ്നവും അങ്ങനെ എല്ലാം ആയിട്ട് ഫുഡ് കഴിക്കുകയില്ല. പിന്നെ നമ്മുടെ സ്വന്തം കല്യാണത്തിന് വലിച്ചു വാരി നമുക്ക് തിന്നാനും പറ്റിയല്ല. വിശപ്പ് കെട്ടും ക്ഷീണവും എല്ലാം ഒരു ഇതുണ്ട്. ചിരിച്ച് ആർട്ടിഫിഷ്യൽ ചിരിയൊക്കെ ആയിട്ട് നമ്മൾ മടുക്കും. അത് കഴിഞ്ഞ് ആ കല്യാണം കഴിഞ്ഞ ഉടനെ പിന്നെ റിസപ്ഷൻ, അങ്ങനെ പല കാര്യങ്ങളാണ്. അതാണ് കൂടുതലും പുരുഷന്മാരാണ് ഇങ്ങനത്തെ കമൻ്റൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്പം ഇവരുടെ ലക്കി എന്ന് പറയുന്ന ആ ഒരു കൊച്ചിനെ അടുത്ത് വന്ന് നിന്നപ്പം മാലയെ പിടിച്ചപ്പം കൈ തട്ടി മാറ്റിയതൊക്കെയാണ് കേട്ടോ വലിയ കുറ്റമായിട്ട് ആൾക്കാർ വരുന്നത്. അതൊക്കെ സ്വാഭാവികമായിട്ട് പിള്ളേരാണ് നമ്മുടെ കഴുത്തെ കിടക്കുന്ന മാല പിടിച്ച് പിള്ളേർ വലിക്കും. നമ്മൾ പിള്ളേരാണ് നമ്മുടെ അടുത്തിരിക്കുന്നെങ്കിൽ നമുക്കൊരു ശ്രദ്ധ വേണം. കാരണം എന്താണ് അവർ വലിച്ചു പൊട്ടിക്കാന്നൊന്നും പറയാൻ പറ്റില്ല. അതിപ്പോൾ ആരുടെ പിള്ളേരെന്നല്ല, നമ്മുടെ സ്വന്തം പിള്ളേരാണെങ്കിലും അവരെന്താ അടുത്ത ആക്ഷൻ അവരിൽ നിന്നുണ്ടാകുന്നത് എന്താണെന്ന് നമുക്കൊരു കരുതൽ വേണം.
അത് ഉറപ്പാണ്. അപ്പൊ ഈ പെൺകുട്ടി മാല പിടിച്ചപ്പോൾ തന്നെ കൈ കൊച്ചിന്റെ ഒന്ന് മാറ്റി വിടുന്നുണ്ട്. ഓഹോ, അതിനൊക്കെയാണ് ആ പെങ്കൊച്ചിന് പൊങ്കാല കിട്ടിയത്. ഈ പിള്ളേര് മാല പിടിക്കുമ്പോഴത്തേന് അത് അടുത്തത് അവൻ പിടിച്ച് വലിക്കോ ഇല്ലയോ എന്നുള്ളത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് പതുക്കെ അത് പിടിച്ച് മാറ്റുന്നേ ഉള്ളൂ. പിള്ളേരെ നമ്മൾ പേടി വേണം, പിള്ളേരുടെ കാര്യത്തിൽ നമ്മൾ ഭയക്കണം പിള്ളേരെ. അപ്പൊ ആ ഒരു ഒറ്റ സീനിൽ നിന്നാണ് ആ പെങ്കൊച്ചിനെ ഇത്രയധികം പൊങ്കാല ഇടുന്നത്. പിന്നെ അതിന് ഇഷ്ടമില്ല, കല്യാണം കഴിച്ചുകൊണ്ടാണ് മോഹം ഇങ്ങനെ വെക്കുന്നത്. 5 വർഷം പ്രണയിച്ചെ കുറിച്ച് ഒന്നും അറിയാൻ മേലാതെയാണ് ആൾക്കാർ ഇത് പറയുന്നത്. പിന്നെ ആ കൊച്ച് ലക്കി എന്ന് പറയുന്ന കൊച്ച് ബെഡേ കയറി കിടന്നതിനെ പറ്റി പറയുന്നുണ്ട്. ആൾക്കാരിട്ട കമന്റാണ്, അതിനെതിരെ ഇവര് പറയുന്ന കേൾക്കാം. ഇനി ഒന്നുമില്ല, കൊച്ചാണെങ്കിൽ ഇത് എന്താ അവരുടെ ഇന്നത്തെ ദിവസത്തിന് നശിപ്പിക്കാനായിട്ട് ആ കൊച്ചിൻ്റെ പാരൻസിന് അറിഞ്ഞൂടെ. 1 മണിക്കൂർ എന്തോ അവൻ കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ ഉറങ്ങി എണീറ്റതിന് ശേഷം നമ്മളോട്ടത്തായിരുന്നു. അതൊന്നും ഈ വീഡിയോ എടുത്തവരൊന്നും അതൊന്നും കണ്ടില്ല. കൊച്ചി അതായത് ഞാൻ പറഞ്ഞില്ല, ഇവരുടെ ഫോക്കസ് ചെയ്ത് മാത്രമാണ് അവർ വീഡിയോ എടുത്തത്. നമുക്കില്ലാത്ത പ്രശ്നങ്ങളാണ് കണ്ടുകൊണ്ട് നിൽക്കുന്നത്. കൊച്ചി ഞങ്ങളടുത്ത് വന്നിരിക്കണേന് നിങ്ങൾ ആരും അതിന് കുറ്റം പറയേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ മേല. പിന്നെ മെയിനായിട്ട് ഞങ്ങളെ പറഞ്ഞില്ലെന്നും ഒരു കുഴപ്പമില്ല, അത് വിട്ടു, നമ്മൾ ആ കാര്യം വിട്ടു. കൊച്ചുങ്ങളെ പറയുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് വേണം ഓരോ കാര്യങ്ങൾ പറയാം. അതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യും. എന്നാൽ ലക്കിന്ന് കൊച്ചിലോട്ട് ഞാൻ എടുത്ത് വളർത്തിയതാണ്. നമ്മൾ ഇവിടുന്ന് കൊച്ചിലോട്ട് ഞാൻ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. അവനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് കയറി കൊള്ളും കേട്ടോ. നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സൂക്ഷ്യം കണ്ടു വേണം എന്ത് വേണം പറയാം. ഇപ്പോൾ സോഷ്യൽ മീഡിയ ആരായാലും കമന്റ് ഇടുന്നത് സിം വെച്ചാലും എന്ത് വെച്ചാലും ട്രേസ് പിടിക്കാൻ പറ്റും, പിന്നെ കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റും. പിന്നെ വെറുതെ എന്തിനാ ഇതിന് പറയും. ഇനി കൊച്ചു പിള്ളേരൊക്കെ പറയുമ്പോൾ എന്തായാലും സൂക്ഷിച്ച് വേണം പറയാം. ആവശ്യമില്ലാതെ വലിയൊരു പറഞ്ഞോ, ഞങ്ങളെയൊക്കെ പറഞ്ഞു ഒരു കുഴപ്പമില്ല. പിന്നെ കൊച്ചു പിള്ളേരൊന്ന് വെറുതെ അപ്പൊ ആ കൊച്ച് ആ ബെഡേലൊന്ന് കിടന്നതിന് വേണ്ടി ഇത്രയും പറയാൻ പാടില്ല. പിന്നെ നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് പറയാനുള്ള ഒരു ഭാഗമുണ്ട്. ഇവര് സോഷ്യൽ മീഡിയ കൊണ്ട് എല്ലാം ഇടുകയല്ലേ ചെയ്യുന്നത്, ഇവര് ഫാമിലി വ്ളോഗല്ലേ, അപ്പം ഞങ്ങൾ പറയാനുള്ള അവകാശമുണ്ട് എന്നുള്ളൊരു വാദമുണ്ട്. ഓക്കെ, അത് സമ്മതിച്ചു തരാം. കാരണം ഫാമിലി വ്ളോഗിന്റെ ഒരു പ്രശ്നം അതാണ്, ഇവരുടെ ഫാമിലിയിലേക്ക് പ്രേക്ഷകരങ്ങ് ഇറങ്ങിച്ചില്ലും. എന്നിട്ട് പിന്നീട് അഭിപ്രായങ്ങൾ പറയും, അങ്ങനെ വേണം ഇങ്ങനെ വേണമെന്നൊക്കെ. അത് കേൾക്കാതെ വരുമ്പോഴത്തേന് ജനങ്ങൾക്ക് പിണക്കാവും. അത് വേറൊരു കാര്യം. മല്ലു ഫാമിലിയിലൊക്കെ നടക്കുന്ന കാര്യം അതാ. ജനങ്ങൾ പിന്നെ കയറി അഭിപ്രായം പറയും. അത് കേട്ടില്ലെങ്കിൽ ഇവരോട് പിന്നെ ദേഷ്യ ജനങ്ങൾക്ക്. ജനങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് വേണം പിന്നീട് പെരുമാറാൻ. ഫാമിലി ബ്ലോഗിനെ ബാധിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷെ ഇവര് പറഞ്ഞതിലൊരു പോയിന്റ് ഉണ്ട്. അവരെ പറഞ്ഞു, എന്തേലും ആയിക്കോട്ടെ, അവരെ പറഞ്ഞു. ഈ പിള്ളേരെ ഒന്നും ഇതായിട്ട് പറയുക. ശരിക്കും യൂട്യൂബിന്റെ ആസ്ഥാനം അമേരിക്ക എന്ന് പറയില്ല. ഞങ്ങൾ ഈ യൂട്യൂബ് വീഡിയോ ഇടുമ്പം കുട്ടികളുടെ എന്തെങ്കിലും ഒരു ഇത് കാണിച്ചാൽ അപ്പം തന്നെ കമ്മ്യൂണിറ്റി ഗൈഡൻസ് എന്നൊക്കെ പറഞ്ഞ് കിട്ടും. ചാനൽ വേണേ അടിച്ചു പോകും. പിള്ളേരെ എന്തേലും പറയുന്നതോ അല്ലെ പിള്ളേരെ തല്ലുന്നതോ അല്ലെ പിള്ളേരെ ഡ്രസ്സ് ഇല്ലാതെ നിൽക്കുന്നതോ ഒന്നും വീഡിയോ ഇടാൻ പറ്റത്തില്ല. ഭയങ്കര ശിക്ഷയാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ. അതേപോലെ നമുക്ക് മലയാളികൾക്കും ഒരു സംസ്കാരം വേണം. കുഞ്ഞു കുട്ടികളെ വെറുതെ വിട്, കമന്റ് ബോക്സിൽ നിന്നാണേലും പിള്ളേരെ വെറുതെ വിട്. പിള്ളേർക്ക് ഇപ്പം അവരുടെ കല്യാണം കഴിഞ്ഞേ ഉള്ളൂ, അത് കൊച്ചച്ഛനാണെന്നറിയാം, കൊച്ചച്ഛൻ്റെ കല്യാണം കഴിഞ്ഞേ ഉള്ളൂ, അയ്യോ എൻ്റെ കൊച്ചച്ഛൻ്റെ ഫസ്റ്റ് നൈറ്റ് ആണേ അവരുടെ ബെഡേ കിടക്കാൻ പാടില്ല, ഇതൊക്കെ ആ കൊച്ചിനറിയോ? അത് അവരുടെ അച്ഛനും അമ്മയ്ക്കും അറിയാം. കുറച്ച് കഴിയുമ്പോൾ അവരെടുത്തോണ്ടും പോകും, അല്ലാതെ ഇവരുടെ കൂടെ കൊണ്ട് കിടത്തുമോ? അങ്ങനെയൊന്നും ബോധമില്ലാത്തവരാണോ മലയാളികൾ ആരാണേലും? അപ്പം ഒരു പരിധിയിൽ കൂടുതൽ മറ്റുള്ളവരുടെ ലൈഫിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രൈവസി ആയിട്ടുള്ള കാര്യത്തിൽ കയറി കണ്ടമാനം അങ്ങോട്ട് വിമർശിച്ച് അവരെ അങ്ങോട്ട് കീറി ഭിത്തിയിൽ ഒട്ടിച്ചിട്ട് അങ്ങനത്തെ കമന്റ് എഴുതി അതിൻ്റെ അകത്തൊരു സന്തോഷം കിട്ടി ഇങ്ങനെ ഇരിക്കരുത്. അവർ പറഞ്ഞ പോലെ തന്നെ ഐഡിയ ഒക്കെ തപ്പിപ്പിടിച്ച് ആരുടെ പേര് വേണേലും ഇന്നത്തെ കാലത്ത് കേസ് കൊടുക്കാം. സൈബർ സെല്ലിലൊക്കെ കൊടുത്താൽ കുറേ താമസം ഉണ്ടെങ്കിലും അതിൻ്റെ പുറകെ ഒരു വാശിക്ക് നടക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ സാധ്യമാകുന്ന കാര്യമാണ്. പലരെ നമ്മൾ കണ്ടിട്ടില്ലേ? അതിൻ്റെ പുറകെ നടക്കാൻ ആൾ വേണം, പിടിപാട് വേണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ഇട്ടവനെയൊക്കെ പൊക്കും. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു ചാനൽ എനിക്കറിയാം, ഇതുപോലെ കമന്റ് ഇടുന്നവന്റെ അഡ്രസ്സ് സൈബർ സെല്ല് വഴി സംഘടിപ്പിച്ചിട്ട് സൈബർ സെല്ലിൽ നിന്ന് ആകാനൊന്നും നിൽക്കുകയില്ല. പുള്ളിക്കാരത്ത് നേരെ വണ്ടി പിടിച്ച് നേരെ അഡ്രസ്സ് തപ്പി അവരുടെ വീട്ടിൽ ചെന്നിട്ട് കരണക്കുറ്റി വിട്ട് അടി കൊടുക്കും. എന്നിട്ട് അത് വീഡിയോ എടുത്ത് യൂട്യൂബിലും ഇടും. അങ്ങനെ ഇടുന്ന ഒരാളെ എനിക്കറിയാം, ഞാൻ കാണാറുള്ളതാണ് ആ ചാനൽ. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.